വേദപുസ്തകത്തിന്റെ ഘടന, പരിശുദ്ധാത്മാവിന്റെ വഴിനടത്തൽ, അതിന്റെ വ്യക്തത എന്നിവയെക്കുറിച്ചുള്ള ആഴമായ സത്യങ്ങളെ മനോഹരമായി വെളിപ്പെടുത്തുന്നു. ഇത് ശരിയായ ബൈബിൾ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആത്മാവിന്റെ ക്രമം പ്രസ്താവിച്ചിരിക്കുന്നതുപോലെ ദൈവം ആശയക്കുഴപ്പത്തിന്റെ കാരണമല്ല. ആത്മാവ് വേദപുസ്തകത്തെ ആസൂത്രിതമായൊരു ക്രമത്തിൽ കോർത്തിണക്കി. വചനം സ്ഥിരീകരിക്കുന്നതുപോലെ ആത്മാവ് പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും പ്രചോദിപ്പിക്കുകയും മുഴുവൻ വേദപുസ്തകവും കാനൺ ഒരേ ലക്ഷ്യത്തോടെ രൂപപ്പെടുത്തുകയും ചെയ്തു. ഇത് ബൈബിളിന്റെ ഘടന ആത്മാവിനാൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണെന്ന് വെളിപ്പെടുത്തുന്നു. ക്രമമായ എഴുത്ത്, ക്രമമായി, കഥൈ എന്ന വാക്ക്, സംഭവങ്ങളെ യുക്തിസഹമായി ക്രമീകരിച്ച് വായനക്കാരന് വ്യക്തത നൽകാനുള്ള ഉദ്ദേശ്യത്തെ കാണിക്കുന്നു. ഇത് പിന്നീട് അധ്യായങ്ങളും വാക്യങ്ങളുമായി വിഭജിക്കപ്പെടുന്നതിനുള്ള അടിസ്ഥാനമായി മാറി. ആത്മാവ് ഈ ക്രമീകരണത്തെ നയിച്ചതുകൊണ്ട് തിരുവെഴുത്ത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. വാക്യങ്ങൾ ഉദ്ധരിക്കുന്ന രീതി. യേശു യെശയ്യാ പ്രവാചകന്റെ പുസ്തകച്ചുരുളിൽ നിന്ന് ഒരു പ്രത്യേക ഭാഗം തെരഞ്ഞെടുത്തു വായിച്ചു. ഇത് അക്കങ്ങളില്ലാതിരുന്നിട്ടും ആശയങ്ങളെ കൃത്യമായി വേർതിരിച്ചെടുക്കാൻ കഴിയുമെന്ന് കാണിക്കുന്നു. അപ്പോസ്തലന്മാരും ഇപ്രകാരം എഴുതിയിരിക്കുന്നു എന്ന് പരാമർശിച്ചു. ഇത് വേദപുസ്തകത്തിന്റെ കൃത്യമായ വിഭജനത്തിനുള്ള മുൻകൂർ സൂചനയായിരുന്നു. വേദപുസ്തകത്തിന്റെ വ്യക്തത, ദർശനം, ഓടുന്നവനും വായിക്കത്തക്കവണ്ണം വ്യക്തമായി എഴുതുക എന്ന് കൽപ്പിച്ചതുപോലെ ആത്മാവ് പിൽക്കാല പണ്ഡിതന്മാരെ പ്രചോദിപ്പിക്കുകയും അധ്യായം, വാക്യം, വിഭജനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. തിരുവെഴുത്തുകൾ ദിവസവും ധ്യാനിക്കണമെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. ഇതിന് വ്യക്തമായ ഒരു ഘടന അത്യാവശ്യമാണ്. ശരിയായ വിഭജനം. സത്യവചനത്തെ യഥാർത്ഥമായി ശരിയായി വിഭജിച്ച് കൈകാര്യം ചെയ്യുന്നവനായി എന്ന കൽപ്പന. സ്റ്റീഫൻ ലാങ്ടൺ 13-ാം നൂറ്റാണ്ട് തുടങ്ങിയവരിലൂടെ വന്ന അധ്യായ വിഭജനം ആത്മാവിന്റെ ഇഷ്ടത്തെ പൂർത്തീകരിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. ഇത് വേദപുസ്തകം കൃത്യമായി പഠിക്കുന്നതിനുള്ള ആത്മാവിന്റെ മാർഗനിർദ്ദേശമാണ്.